എല്ലാ ആനപ്രേമി സുഹൃത്തുക്കൾക്കും നമസ്കാരം. മനുഷ്യനേത്രങ്ങൾക്ക് ഏറ്റവും ആനന്ദകരമായ രണ്ട് കാഴ്ചകൾ ആനയും കടലും. അതിൽ തന്നെ കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും മതിവരാത്തത് ആനയും ആനക്കഥകളും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിലൊരു കൊമ്പനെക്കുറിച്ചിട്ടാണ്. കാനനവാസിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ കാശിനാഥപുത്രൻ, ആനക്കേരളത്തിന്റെ മഞ്ഞാടിയാർ, ഏകസഖ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു. എട്ട് കരയ്ക്കും നാഥനായ തൃക്കടവൂരപ്പന്റെ മാനസപുത്രനും നാട്ടാന കേരളത്തിന്റെ സഹ്യപുത്രനും ദേശിംഗനാടിന്റെ വല്യാനയുമാണ് ഇന്നിവൻ. കാനനവാസിന്റെ മടിത്തട്ടിൽ ശബരിമല കാടുകളിൽ പിറന്നു വീണ ഗജരാജൻ, മനുഷ്യർ ആനകളെ പിടികൂടുന്നതിനായി ഒരുക്കിയിട്ടുള്ള വാരിക്കുഴികളിൽ അകപ്പെട്ട് തന്റെ ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് മനുഷ്യരുടെ ലോകത്തേക്ക് കടന്നു വന്നവൻ. കോന്നി ആന പരിശീലന കേന്ദ്രത്തിൽ എത്തുമ്പോൾ ഏകദേശം 5 വയസ്സിനോടടുത്ത് മാത്രം പ്രായം. അന്ന് ഇവന്റെ പേര് രാജു എന്ന് മാത്രമായിരുന്നു. ആ സമയത്താണ് 1987 തൃക്കടവൂർ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ശിവൻകുട്ടി എന്ന ഒറ്റക്കൊമ്പൻ ചരിയുകയും തുടർന്ന് 1988 8 കരക്കാർ ചേർന്ന് രാജുവിനെ തൃക്കടവൂരപ്പന്റെ മുൻപിൽ നടയിരുത്തി ശിവരാജു എന്ന് പൂർണ്ണനാമം നൽകി. കുഞ്ഞുമോൻ, പ്രതാപൻ, ഗോപാലകൃഷ്ണൻ, മനോജ്, മുരളി തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭരായ ചട്ടക്കാർ ശിവരാജുവിനെ വഴി നടത്തിയിട്ടുണ്ട്. അഴക്, അളവ്, നിലവ് എന്നീ 3 ഭാവങ്ങൾ ഒന്നിച്ച പൂർണ്ണരൂപം, അതാണ് ശിവരാജു. ഇവന്റെ അഴകിനു മുമ്പിൽ മതിമറന്ന് നോക്കി നിൽക്കാത്ത ആരും തന്നെയില്ല. മാതംഗശാസ്ത്രം അനുശാസിക്കുന്ന ഒട്ടുമിക്ക ലക്ഷണത്തിലുകളും ഒത്തുചേർന്ന കൊമ്പനാണ് ഇവൻ. നിലത്തിഴയുന്ന തുമ്പിക്കൈ, വീണെടുത്ത പകച്ച കൊമ്പുകൾ, ഐശ്വര്യമാർന്ന പെരുമുഖം, തേൻനിറമാർന്ന കണ്ണുകൾ, വിരിഞ്ഞ മസ്തകം, ഉയർന്ന തലക്കുന്നി, നിറഞ്ഞ വായുകുംഭം, കരിവീട്ടി കറുപ്പ് നിറം, ഉറച്ച നടയമരങ്ങൾ, 18 നഖങ്ങൾ എന്നിങ്ങനെയാണ്. എങ്കിലും എല്ലാം തികഞ്ഞതായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ലെന്ന് ഓർമ്മിപ്പിക്കും വിധം ഇടനീളം അല്പം കുറവെന്ന് മാത്രം. ഉയരപ്പെരുമയിൽ ഇന്ന് കേരളത്തിലെ ആനകളിൽ 3ാം സ്ഥാനവും നാടൻ ആനകളിൽ 1ാമനുമാണ്. സ്വഭാവ സവിശേഷതകളിൽ സഹ്യപുത്രന്മാരുടെ വീറും വാശിയും ബലവും ശാന്തതയും ഒത്തുചേർന്നവനാണ് ഇവൻ. ഒരു കാലത്ത് തെക്കൻ കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ഇവൻ ഇന്ന് ദേശിംഗനാടിന്റെ മാതംഗ കീർത്തി വാനോളം ഉയർത്തിയവനാണ്. ആനക്കേരളത്തിലെ എല്ലാ ക്ഷേത്ര ഉത്സവ പരിപാടികളിലും പെരുന്നാളുകളിലും നിറസാന്നിധ്യമാണ് ഇന്ന് ശിവരാജു. ഇവന്റെ ശിരസിലേറാത്ത ദേവീദേവന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. ഒട്ടനവധി പട്ടങ്ങളും പുരസ്കാരങ്ങളും ഇവനെ തേടി എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവന്റെ ചട്ടക്കാർ ഗോപാലകൃഷ്ണൻ ചേട്ടനും അദ്ദേഹത്തിന്റെ മകനായ മനോജുമാണ്. ഇവർ മൂവരുടെയും കൂട്ടുകെട്ട് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഗോപാലകൃഷ്ണൻ ചേട്ടനും ശിവരാജുവും ഒരു ആനയും ആനക്കാരനും എന്നതിലുപരി ഒരു അച്ഛൻ മകൻ ബന്ധത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയും ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇവർ മൂവർക്കും മുന്നോട്ട് പോകുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു, ആശംസിക്കുന്നു.